ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും അങ്ങനെ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ നാട്ടിലൊക്കെ പോയ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നാട്ടിൽ പോയപ്പോൾ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ മോളുടെ കല്യാണം, അനഘയുടെയും വൈശാഖിൻ്റെയും കല്യാണത്തിൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വളരെ ചെറുതായിട്ടാണ് എടുത്തിട്ടുള്ളത്, കാരണം എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് എടുക്കാൻ സാധിച്ചിട്ടില്ല. ചിലതിൻ്റെ വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല, തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചെറുതായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യൂ ആദ്യം തൊട്ട് അവസാനം വരെ. കല്യാണത്തിൻ്റെ മെയിൻ പാർട്സ് മാത്രമേ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ, കാരണം വളരെ ലെങ്തി ആയി പോകുമില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ മെയിൻ പാർട്സ് മാത്രമേ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കല്യാണ തലേന്നുള്ള കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. വീട്ടിൽ ഹൽദിക്ക് വേണ്ടി ഇതാ മോള് പുതിയ പെണ്ണ് റെഡി ആയിട്ടുണ്ട്, അനഘ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. വീടൊക്കെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഹൽദി പ്രോഗ്രാമായിരുന്നു. ഒരു 5 മണി ഈവനിങ്ങിൽ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഹൽദി പ്രോഗ്രാം നടത്തിയതിന് ശേഷം പിന്നീട് സംഗീത വെച്ചതായിരുന്നു. സംഗീതം എന്ന് പറഞ്ഞ പാട്ടും അതുപോലെ തിരുവാതിര അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഹൽദി പ്രോഗ്രാം വീട്ടുകാർ മാത്രമുള്ള ഒരു ചെറിയ പ്രോഗ്രാമായിരുന്നു ഹൽദി. കുട്ടികളെല്ലാം മഞ്ഞ ഡ്രസ്സ് ഇട്ടു, പുതിയ പെണ്ണ് ചുവപ്പ് ഡ്രസ്സ്. ഹൽദിക്ക് വേണ്ടി ഇവിടെ കുട്ടികളെല്ലാം മഞ്ഞ ഡ്രസ്സ്, പുതിയ പെണ്ണ് മാത്രം റെഡാണ് കേട്ടോ. ബാക്കി എല്ലാവരും മഞ്ഞൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹൽദിയുടെ അന്ന് ഞങ്ങൾ വീട്ടുകാരെല്ലാവരും ഒരുവിധം എല്ലാവരും മഞ്ഞ കളറ്, ഓറഞ്ച് ഷെയ്ഡ്, യെല്ലോ ഷെയ്ഡിൻ്റെ ഡ്രസ്സുകളായിരുന്നു എല്ലാവരും ഇട്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇത് ഇവിടെ സ്വീറ്റ്സ് എല്ലാം മഞ്ഞ കളറിലുള്ളതാണ് കേട്ടോ. എല്ലാം യെല്ലോ കളറും ഓറഞ്ച് കളറും ഷെയ്ഡുള്ളത് തന്നെയാണ്. അതായത് ആകെ മൊത്തം ഒരു മഞ്ഞ കളറാണ് പൊതുവെ. പിന്നെ ഈ മഞ്ഞൾ മുഖത്തെല്ലാം തേക്കുന്നതായിരുന്നു ഒരു പ്രധാന ചടങ്ങ്. പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അത് ഇടാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അടുത്ത റിലേറ്റീവ്സ് ഓൺലി വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹൽദി എന്ന ഫംഗ്ഷന്. പിന്നീട് സന്ധ്യസമയത്ത് ദക്ഷിണ കൊടുത്തതിന് ആയിരുന്നു പിന്നെ സംഗീത. ആ സമയത്താണ് എല്ലാവരും കൂടുതൽ ആളുകളും വന്നിരുന്നത്. അപ്പോൾ ഹൽദി പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ടാവാൻ വേണ്ടിയിട്ട് മക്കളെല്ലാം ഡാൻസ് എല്ലാം കളിച്ച് വരാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഹൽദിക്ക് ശേഷം ഇവിടെ അമ്മയ്ക്കും അച്ഛനും അമ്മാവന്മാർക്കും അമ്മായിമാർക്കും അച്ചമ്മ, അച്ചച്ചൻ, അമ്മമ്മ, അമ്മച്ചൻ അങ്ങനെ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ
ദക്ഷിണ കൊടുക്കുന്നൊരു ചടങ്ങാണ്. അപ്പോൾ അത്
അപ്പോൾ ഇതാ പുതിയ പെണ്ണ് ഹൽദി പ്രോഗ്രാമും സംഗീതം എല്ലാം കഴിഞ്ഞ് പുതിയ പെണ്ണ് ഇവിടെ പിറ്റേ ദിവസം കല്യാണത്തിൻ്റെ അന്ന് റെഡി ആയിട്ടിരിക്കുകയാണ്. മോർണിംഗ് ഒരു 6 മണിയായിട്ടില്ല കേട്ടോ, 5:45 ആയിട്ടേ ഉള്ളൂ സമയം. ഞങ്ങളെല്ലാവരും കുറച്ച് പേര് മാത്രം അമ്പലത്തിലേക്ക് താലി കെട്ടിന് പോയത്. അമ്പലത്തിൽ വെച്ചായിരുന്നു താലി കെട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീടായിരുന്നു ഓഡിറ്റോറിയത്തിൽ ബാക്കിയുള്ള ചടങ്ങെല്ലാം വെച്ചിരുന്നത്. പുതുപെണ്ണ് ഇവിടെ പുലർച്ചെ 3 മണിക്കൊക്കെ എണീറ്റ് ബ്യൂട്ടീഷ്യൻ വന്ന് മേക്കപ്പൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സമയത്തെ പുറപ്പാടിന് ശേഷമുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇനി അമ്പലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെല്ലാം എത്തി. ഇതാ അവൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, വരൻ വരുന്നേ ഉള്ളൂ. അമ്പലം വീട്ടിൽ നിന്നും 1 മണിക്കൂർ ദൂരമുള്ളതിനാൽ തന്നെ എല്ലാവരും ഒന്നും പോന്നിട്ടില്ല. ഞങ്ങളൊരു 3-4 കാറിൽ മാത്രം ആളുകൾ പോന്നിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ. താലികെട്ട് മാത്രമേ അമ്പലത്തിൽ നടക്കുന്നുള്ളൂ. ബാക്കി എല്ലാ ഫംഗ്ഷനും ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. ഇതാ അമ്പലം എല്ലാം കണ്ടില്ലേ, നല്ല ഒരു ആറ്റ്മോസ്ഫിയറായിരുന്നു അമ്പലത്തിൻ്റെ അവിടെ കേട്ടോ. അപ്പോൾ താലി കെട്ടുന്ന ഈ അമ്പലത്തിൻ്റെ പേര് മുളയൻകാവ് ദേവീ ക്ഷേത്രം എന്നാണ്. അപ്പോൾ ഇപ്പോൾ താലികെട്ട് നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ അമ്പലത്തിലെ താലികെട്ടലെല്ലാം കഴിഞ്ഞു. ഇനി വരനും വധുവും കൂടി ഹാളിലേക്ക് ഓഡിറ്റോറിയത്തിലേക്ക് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ ആദ്യം പോകും, വരനും വധുവും പിന്നീട് വരിക ചെയ്തത്. അപ്പോൾ അവരെ സ്വീകരിക്കാനായിട്ട് ഇവിടെ താലം ചുറ്റാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള മണ്ഡപമൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്, എല്ലാം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ, തിരക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും എത്തിച്ചേരും. അപ്പോൾ അങ്ങനെ വരനെയും വധുവിനെയും പുറത്തു നിന്നും സ്വീകരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് താലം എടുത്ത് റെഡിയാവുകയാണ് എല്ലാവരും. അപ്പം അങ്ങനെ വധുവും വരനും അനഘയും വൈശാഖും പുറത്ത് ഇറങ്ങി നിൽക്കുകയാണ് സ്വീകരിക്കാനായിട്ട്. ഇതാ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അമ്മ കാല് കഴുകിക്കുകയാണ് കേട്ടോ. കാല് കഴുകിച്ച് തുടച്ചതിന് ശേഷം ഇതാ അകത്തേക്ക് കൊണ്ടുവരുന്നു രണ്ടുപേരെയും.
പാലും പഴവും കൊടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട്. അപ്പോൾ രണ്ടുപേർക്കും മധുരം കൊടുക്കുകയാണ്. പാലും പഴവും കൊടുക്കുന്ന ചടങ്ങാണിത്. അപ്പോൾ ഇതാ നല്ല എല്ലാവരും വന്നു. ഹാളെല്ലാം നിറഞ്ഞു കേട്ടോ. ഫോട്ടോ എടുക്കുന്ന തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് മണ്ഡപത്തിൽ. ഇതാ അപ്പോൾ അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. സദ്യയെല്ലാം ഉണ്ടതിന് ശേഷം വരൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അനഘ ഇവിടെ സാരിയെല്ലാം മാറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സമയം 1 മണിയെല്ലാം കഴിഞ്ഞു അപ്പോഴത്തേക്കും. അപ്പോൾ വൈശാഖിൻ്റെ വീട്ടിലേക്ക് പോവാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് റിസപ്ഷൻ്റെ വീഡിയോസും കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അനഘയുടെ വീട്ടിൽ നിന്നും ഞങ്ങൾ എല്ലാവരും കൂടി പഴയന്നൂർ, പാലക്കാട് അടുത്താണ് കേട്ടോ വൈശാഖിൻ്റെ വീട്, അങ്ങോട്ട് പോയതാണ്. കല്യാണത്തിൻ്റെ പിറ്റേ ദിവസമാണ് ഈവനിങ്ങിൽ റിസപ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വെഡ്ഡിംഗ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.